നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. അപ്പം എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ സൈഡിൽ എന്തൊക്കെയോ ഒരു രണ്ട് സ്റ്റീരിയോ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. ഈ സ്റ്റീരിയോ എന്നാത്തിനാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിച്ച് കാണും. ഒന്നെങ്കിൽ സ്റ്റീരിയോയെക്കുറിച്ച് പറയാനായിരിക്കും, അല്ലെങ്കിൽ സ്റ്റീരിയോയുടെ എന്തെങ്കിലും വല്ലതും കാണിക്കാനായിരിക്കും എന്നതാണ് എല്ലാവരുടെയും വിചാരം. സത്യമാണ്. ഇതെല്ലാം നമുക്ക് സ്റ്റോക്ക് സ്റ്റീരിയോ വരുന്നതാണ്. അതായത് നമ്മുടെ വാഹനത്തിൽ ഇൻബിൽറ്റായിട്ട് വരുന്ന 2 സ്റ്റീരിയോകളാണ് ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ ചുമ്മാ വെച്ചിരിക്കുന്നത്. ഞാൻ ഈ സ്റ്റീരിയോയുടെ മാത്രമല്ല, നമ്മുടെ ഇൻബിൽറ്റായിട്ട് വരുന്ന സ്റ്റീരിയോയുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ട. കുറച്ച് കാര്യങ്ങളെന്ന് ഉദ്ദേശിച്ചാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ട. അതായത് ഈ സ്റ്റീരിയോയിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, എന്നാൽ അത് ചെയ്യാൻ പറ്റുന്നൊരു രീതി ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെ ടെക്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ എൻ്റെ 2 സൈഡിലിരിക്കുന്ന സ്റ്റീരിയോസ് ഏതെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് നമ്മുടെ സെലീറിയുടെ സ്റ്റീരിയോയും റൈറ്റ് സൈഡിലിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ വാഗണാറിൻ്റെ സ്റ്റീരിയോയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റീരിയോ എല്ലാവർക്കും അറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതും അത്യാവശ്യം എല്ലാവർക്കും നല്ല ഫെമിലിയർ ആണ്. ഇപ്പം പുതിയ മോഡൽ വരുന്ന നമ്മുടെ ടച്ച് ടൈപ്പും കൂടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റീരിയോയുടെ വെച്ചിരിക്കുന്നത്, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തിട്ടുണ്ട്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ കൊടുക്കുക. കാരണം എൻ്റെ പുതിയ വീഡിയോസ് അപ്ഡേഷൻസ് വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തിരിച്ച് ടോപ്പിക്കിലോട്ട് വരാം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വാഹനത്തിലുള്ള സ്റ്റീരിയോസിലൊക്കെ നമുക്ക് പലർക്കും, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഈ സെലീറിയയിൽ ഈ സ്റ്റീരിയോ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു സബ്വൂഫർ ഫിറ്റ് ചെയ്യണമെന്നുള്ളത്. എന്നാൽ ഇതിന് വരുന്ന ഒരു ലൈൻ ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇതിന് വരുന്നത് നമ്മുടെ മെയിൻ കപ്ലർ, അതായത് മെയിൻ കറണ്ട് വരുന്ന ലൈനും നമ്മുടെ ഇതിലോട്ട്, അതായത് നമ്മുടെ സ്പീക്കേഴ്സിലോട്ട് പോകുന്ന ലൈനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന ലൈൻ. എല്ലാവർക്കും ഇപ്പോൾ നല്ല ഫെമിലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതല്ലാതെ ഈ മെയിൻ ലൈൻ അല്ലാതെ പിന്നെ വരുന്ന പറഞ്ഞാൽ നമ്മുടെ ആൻറ്റിനയുടെ ലൈനും സ്റ്റീരിയോയുടെ സ്റ്റിയറിംഗ് വീലിൽ നിന്നുള്ള കൺട്രോളും കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഇതിനകത്തൊരു RCA ഔട്ട് എന്ന് പറയുന്നൊരു യൂണിറ്റ് ഇല്ല. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു മോഡൽ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ജൂലൈ 2020 സ്റ്റീരിയോ ആണിത്. ജൂലൈയിൽ ഇത് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ വാഗണാറിൽ വരുന്ന മോഡലാണ്. ഇതിനും വരുന്ന പ്രൊവിഷൻ എല്ലാവർക്കും ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ മെയിൻ, അതായത് ഈ പറയുന്ന പോലെ മെയിൻ കപ്ലർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ആൻറ്റിനയുടെ ലൈനും മാത്രമാണ് വരുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ലൈനും വരുന്നുണ്ട്. അല്ലാതെ ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു എന്നാ പറയുക, സബിലോട്ട് പോകുന്ന ഒരു ലോ ലൈൻ അല്ലെങ്കിൽ ഒരു RCA ഔട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇതിനൊന്നും വരുന്നില്ല. എന്നാൽ അതേ സ്ഥാനത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സബ് ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സബ്വൂഫർ നമ്മുടെ വാഹനത്തിന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റീരിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീരിയോ മാറണം എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് എല്ലാവരുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ അത് മാറേണ്ട കാര്യമില്ല. ഒരു ചെറിയൊരു യൂണിറ്റ് നമ്മളതിൽ ഫിറ്റ് ചെയ്താൽ മതി. അതായത് ആ ഒരു ചെറിയ യൂണിറ്റിൻ്റെ പേരാണ് RCA കൺവേർട്ടർ, അല്ലെങ്കിൽ ഇതാണ് ആ സംഭവം. ഹൈ ടു ലോ കൺവേർട്ടർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാൻ ചെറിയൊരു പണി നടത്തിയിട്ടുള്ളതുകൊണ്ടാണ് ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിലിട്ട് ചെറിയൊരു പണി നോക്കിയതാണ്. കാരണം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഓരോ സാധനം കിട്ടുമ്പോൾ അതിനിട്ട് പണിത് എന്തെങ്കിലും, കാരണം ഒരു വെറൈറ്റി, ഒരു ചെറിയൊരു കാര്യം ഇത് ചെയ്യാൻ നോക്കിയാൽ നടന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താണെന്നുള്ളത് വെളിപ്പെടുത്തുന്നില്ല. കാരണം ഓരോ സാധനം കിട്ടിയാലും ഞാൻ അതിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ നടത്താൻ വേണ്ടി നോക്കും. ഇത് ഞാൻ ആദ്യം ഈ സെലീറിക്ക് ഇത് ഫിറ്റ് ചെയ്ത സമയത്ത്, അതായത് ഈ ഇൻബിൽറ്റ് സ്റ്റീരിയോ ഉണ്ടായിരുന്ന സമയത്ത് സബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചൊരു യൂണിറ്റാണിത്. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 1500 രൂപ റേഞ്ചിനകത്തൊക്കെ വരുന്നുള്ളൂ. കുറഞ്ഞ ഐറ്റംസും ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ JBLൻ്റെ ഐറ്റമാണ്. എല്ലാവർക്കും ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, നമ്മുടെ JBLൻ്റെ ഐറ്റമാണ് ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്നത്. ഈ ഒരു മോഡലിന് ഞാൻ ഈ പറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ. ഇത് പല മോഡൽസ് അവൈലബിൾ ആണ്. 2 ചാനൽ അവൈലബിൾ ആണ്, 4 ചാനൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 2 ചാനലാണ്. 2 ചാനൽ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ റൈറ്റും ലെഫ്റ്റും അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ ബാക്ക് സ്പീക്കേഴ്സിൻ്റെയും കൂടെ കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്, പുതിയ മോഡൽസിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിന് നമുക്കിപ്പോൾ 2 ചാനൽ, നമ്മുടെ നോർമൽ ഒരു സബിനൊക്കെ നമുക്ക് 2 ചാനൽ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാവർക്കും കാണാൻ പറ്റും, റൈറ്റും ലെഫ്റ്റും ആ 2 പോയിൻ്റ് വരുന്ന എല്ലാവർക്കും ഇപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കാണാൻ സാധിക്കും, റൈറ്റും ലെഫ്റ്റും വരുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള രീതിയും കൂടി ഞാനൊന്ന് പറഞ്ഞു തന്നേക്കാം. ഇതിനകത്ത് വരുന്ന 2 വയേഴ്സ്, അത് 2 സ്പീക്കർ വയേഴ്സാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് 2 സ്പീക്കർ വയറാണ് വരുന്നത്. പിന്നെ വരുന്നൊരു ബ്ലൂ, റെഡ് ആൻഡ് ബ്ലാക്ക്. ഇവിടെ തന്നെ അവർ വൃത്തിയായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രീതി, ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ. വൈറ്റ് ഓർ ബ്ലാക്ക്, അത് ലെഫ്റ്റ് സ്പീക്കറിൻ്റെയാണ്, ലെഫ്റ്റ് സൈഡാണെന്ന് കാണിക്കുന്നത്, ലെഫ്റ്റാണ്. അതിൻ്റെ ലെഫ്റ്റിൻ്റെ പ്ലസും മൈനസും ആണ്, വൈറ്റ് പ്ലസ് ബ്ലാക്ക് വരുന്നതും. ഇപ്പോൾ എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ നല്ല വ്യക്തമായിട്ട് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട്.
അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻപുട്ടാണ് വരുന്നത്, ഇവിടെ ഇൻപുട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഔട്ട്പുട്ട് ഞാനൊന്ന് ഒരു സംഗതി ചെയ്യാൻ വേണ്ടി പൊളിച്ചപ്പം അത് പോയതാണ്. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഈ ഒരു യൂണിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഏതൊരു സ്റ്റീരിയോയും, അതായത് ഇതുപോലെ വരുന്ന ഏതൊരു സ്റ്റീരിയോയ്ക്കും നമുക്ക് സബ് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതേ സ്ഥാനത്ത് പുറത്തുനിന്ന് പിടിപ്പിക്കുന്ന എല്ലാ സ്റ്റീരിയോയ്ക്കും അത് RC ഔട്ടുണ്ട്. അപ്പം RC ഔട്ട് ഇല്ലാത്ത വാഹനങ്ങൾക്കാണ് ഞാൻ ഈ പറഞ്ഞൊരു പ്രൊവിഷൻ ചെയ്യേണ്ടത്. പിന്നെ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കറിലോട്ട് ഔട്ട് വരുന്ന, അതായത് ഈ സ്റ്റീരിയോയിൽ നിന്ന് സ്പീക്കറിലോട്ട് ഔട്ട് വരുന്ന ലൈൻ, അതായത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫ്രണ്ടിലോട്ട് വരുന്ന ലൈനിൽ നിന്ന് രണ്ടും, റൈറ്റ് സൈഡിൽ നിന്നും ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലും. അപ്പം 4 വയർ പോകുന്നുണ്ട്, അതിൽ 2 വയർ ഓരോ സ്പീക്കറിലോട്ടും വരുന്ന ലൈനിൽ നിന്നും ആ ലൈൻ നമുക്ക് ലൂപ്പ് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്യരുത്, ഞാൻ പറഞ്ഞ പോലെ ഒരു കാരണവശാലും കട്ട് ചെയ്യരുത്, ക്രിമ്പ് ചെയ്ത് തന്നെ എടുക്കുക. ക്രിമ്പ് ചെയ്ത് ഈ ഒരു ലൈനിലോട്ടും ഈ ഒരു ലൈനിലോട്ടും കൊടുത്ത് ഇത് നമ്മുടെ സ്റ്റീരിയോയുടെ ഒരു പോസിറ്റീവ് ലൈൻ ഇതിലോട്ട് കണക്ട് ചെയ്യുക. ഇതിൽ 2 പോസിറ്റീവ് വരുന്നുണ്ട്. ഒന്ന് മറ്റേ റിമോട്ടായിട്ട് ആക്ട് ചെയ്യുന്ന, റിമോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ACC നിന്ന് വരുന്നതും, പിന്നെ ഒരു റെഡ് നമ്മുടെ ഡയറക്റ്റ് 12 വോൾട്ട് വരുന്നത്. അത് ബാറ്ററിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീരിയോയിലോട്ട് തന്നെ ഒരു മെയിൻ പോസിറ്റീവ് ലൈൻ വന്ന് കിടപ്പുണ്ട്. ആ പോസിറ്റീവ് ലൈൻ നമ്മൾ എടുക്കുക. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് രണ്ടും പിന്നെ ഒരു എർത്തും ഗ്രൗണ്ടും വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നത്. ഈ ബ്ലാക്ക് വരുന്നതാണ് നമ്മുടെ എർത്തിൻ്റെ ലൈൻ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് RC ഔട്ട് കിട്ടും. ഈ RC എന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സബിലോട്ടുള്ള ലൈൻ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വാഹനത്തിൽ നമുക്ക് സബ് പിടിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ ഒരു പറഞ്ഞ കൺവേർട്ടറിൻ്റെ, അതായത് ഹൈ ടു ലോ കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു യൂണിറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലായി. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പം ശരിക്കും പറഞ്ഞാൽ കമ്പനി സ്റ്റീരിയോസ് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ സിമ്പിൾ രീതി ആയി പോയതുകൊണ്ടാണ് ഞാൻ അത്രയും കാര്യമായിട്ട് പറയാത്തത്. ഇനി ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ആർക്കെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ കാണണം എന്ന ആഗ്രഹമുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ എന്ത് കമൻറ്റ്സ് ഉണ്ടെങ്കിലും, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.